Hello students, welcome to the entrance discussion session. So in this session, we are going to deal about some questions from the biological classification. So what is our first question? Which of the following is correct about viroids? So ഈ question arise ചെയ്തിരിക്കുന്നത് viroids എന്ന് പറയുന്ന പാർട്ടിൽ നിന്നാണ് അല്ലേ? സോ ഇത് ആദ്യമായിട്ട് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് R.H. വിറ്റാക്കറിന്റെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഏത് വർഷമാണ് പ്രപ്പോസ് ചെയ്തത്? പ്രപ്പോസ്ഡ് ഇൻ 1969. സോ ഈ ഇയറിൽ ഈ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത ഒരു ഓർഗാനിസം ആയിരുന്നു വൈറോയിഡ്സ് എന്ന് പറയുന്നത്. വൈറോയിഡ്സിനെ മാത്രമല്ല പ്രയോൺസിനെയും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. പ്രയോൺസ് ആർ ഓൾസോ നോട്ട് ഇൻക്ലൂഡഡ് in the 5 kingdom classification. Lichen is another example, okay, and virus is the other example. So these are the 4 organisms. What are they? Viroids, prions and lichens and virus. They are not included in this system. സോ ഇവിടെ നിന്ന് നമ്മുടെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് വൈറോയിഡ്സ് എന്ന് പറയുന്ന പാർട്ടിൽ നിന്നാണ്. നമുക്കറിയാം വൈറോയിഡ്സ് ദേ കണ്ടെയ്ൻ എ ജനറ്റിക് മെറ്റീരിയൽ. ഓക്കെ, ഒരു ജനറ്റിക് മെറ്റീരിയൽ അതിൽ നമുക്ക് കാണാൻ സാധിക്കും. ആൻഡ് വാട്ട് ഈസ് ദ ജനറ്റിക് മെറ്റീരിയൽ? ദ ജനറ്റിക് മെറ്റീരിയൽ ഈസ് ഫ്രീ RNA. ദ ജനറ്റിക്കൽ മെറ്റീരിയൽ ഈസ് ഫ്രീ RNA in the case of viroids. And in viroids, a protein coat is absent. Protein coat absent ആണ്. പ്രോട്ടീൻ കോട്ട് അതിൽ കാണാൻ നമുക്ക് സാധിക്കില്ല. പക്ഷെ അങ്ങനെയല്ല വൈറസിൽ. In the case of virus, genetic material is present and as well as protein coat is also present. What is the name of protein coat? ഒന്ന് ഓർത്ത് നോക്കിക്കേ. പ്രോട്ടീൻ കോട്ടിന്റെ പേര് എന്താ? പ്രോട്ടീൻ കോട്ടിന്റെ പേര്, the name of the protein coat in virus is, പറഞ്ഞേ, yes, that is capsid. നമ്മുടെ NCERT ടെക്സ്റ്റിൽ ഒരു ഫിഗർ തന്നിട്ടുണ്ട് അല്ലെ? ഏതിന്റെ ഫിഗർ ആണ്? ടൊബാക്കോ മൊസൈക്ക് വൈറസിന്റെ ഫിഗർ ആണ്. ടൊബാക്കോ മൊസൈക്ക് വൈറസ്. ഈ വൈറസിന്റെ ഫിഗർ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ we can found that there is a what? Yes, there is a genetic material. നമുക്കൊരു genetic material കാണാം. And the genetic material is surrounded by many protein coats. Okay? So this is the protein coat. And what is the name? Yes, capsid. Protein coat is made up of many single units. അതായത് capsid made up of many single units. That single units are called capsomers. Capsomers അല്ലെങ്കിൽ capsomeres എന്ന് നമുക്ക് പറയാം. So what is this? This is genetic material. Clear? ഏതാ genetic material? Yes, that is single stranded RNA. Because it is a plant virus. ഇതൊരു പ്ലാന്റ് വൈറസ് ആണ്. സോ അങ്ങനെയാണെങ്കിൽ വൈറസിലെ ജനറ്റിക് മെറ്റീരിയൽ നമ്മൾ സിംഗിൾ സ്റ്റാൻഡേർഡ് RNA എന്ന് പറയാൻ പറ്റുമോ? നെവർ. വൈറസ് കണ്ടെയ്ൻ ജനറ്റിക് മെറ്റീരിയൽ ഐദർ DNA or RNA ആണ്. ഓർമ്മ വേണം, കീപ് ഇൻ മൈൻഡ്. പക്ഷേ വൈറോയിഡ്സിലെ ജനറ്റിക് മെറ്റീരിയലോ? ദാറ്റ് ഈസ് ഫ്രീ RNA. പ്രോട്ടീൻ കോട്ട് ഈസ് ആബ്സെന്റ്. സോ ദെൻ നൗ യു ക്യാൻ സെലക്ട് ദ കറക്റ്റ് ഓപ്ഷൻ ഫ്രം ദ ക്വസ്റ്റ്യൻ. അതിൽ ഫസ്റ്റ് ഓപ്ഷൻ നമുക്കൊന്ന് റീഡ് ചെയ്ത് നോക്കാം അല്ലെ? എന്തായിരിക്കുന്നത്? ദേ ഹാവ് ഫ്രീ RNA വിത്തൗട്ട് പ്രോട്ടീൻ കോട്ട്. ശരിയല്ലേ? ദർ ജനറ്റിക് മെറ്റീരിയൽ ഈസ് ഫ്രീ RNA ബട്ട് പ്രോട്ടീൻ കോട്ട് ഈസ് നോട്ട് പ്രസന്റ്. സോ ദിസ് ഈസ് അവർ റൈറ്റ് ആൻസർ. ഇതാണ് നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓർത്തു വെക്കണം കേട്ടോ. ഒരു കാര്യം കൂടി പറയാം. വൈറോയിഡ്സ് കോസ് ചെയ്യുന്ന ഒരു ഡിസീസ് ഉണ്ട്. What is the name of that disease? NCERT ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. That is potato spindle
tuber disease. ഓർത്ത് വെക്കണം കേട്ടോ. പൊട്ടാറ്റോ സ്പിൻഡിൽ tuber disease. It's a very simple question and I hope all of you understood. അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് മൂവ് ചെയ്യാം. ഓർത്ത് വെക്കണം, വൈറോയിഡ്സിന്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഈ ഫിഗർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫിഗർ നിങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കണം. ഈ ഫിഗർ മനസ്സിലാക്കാൻ നമുക്കൊരു എളുപ്പ വഴിയുണ്ട്. നമ്മളൊരു പഴത്തിന്റെ കൊലയായിട്ട് സങ്കല്പിക്കാം. ഈ പഴക്കൊലയുടെ സെന്ററിൽ നമുക്ക് ഒരു റോഡ് കാണാം അല്ലെ? യെസ്. ഏതാ റോഡ്? ഇതാ ഇങ്ങനത്തെ ഒരു റോഡ് കാണാം. ഓക്കെ, ഈ റോഡിനെ ചുറ്റുമാണ് നമുക്ക് എന്ത് കാണാൻ കഴിയുന്നത്? പഴം കാണാൻ സാധിക്കുന്നത്. ആ റോഡിനെ നിങ്ങൾ ഒരു ജെനറ്റിക് മെറ്റീരിയൽ ആയിട്ട് എന്ത് ചെയ്യുക? കൺസിഡർ ചെയ്യുക. അതിന് ചുറ്റുമുള്ള ആ പഴത്തിനെ നിങ്ങൾ ഓരോ ക്യാപ്സോമിയേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എന്റെ ചോദ്യം എന്ന് പറയുന്നത്, what is the function of capsomeres? Capsomeres that protect, അതായത് ആ പഴം അതിന്റെ ഉള്ളിലുള്ള ആ തണ്ടിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. ആ തണ്ട് എന്ന് പറയുന്നത് what? Yes, that is genetic material. So the function of capsomeres is the protection of genetic material. അത് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ with the support I am going to the next topic. So what is the next topic എന്ന് പറയുന്നത്? അല്ലെങ്കിൽ next question. Which of the following statement is incorrect? Incorrect ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിലെ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ നമുക്കൊന്ന് നോക്കാം. എന്താ ഫസ്റ്റ് ഓപ്ഷൻ? അതായത് വൈറോയിഡ്സ് ലാക്ക് പ്രോട്ടീൻ കോഡ്. ഒന്ന് പറഞ്ഞേ, വൈറോയിഡ്സ് ലാക്ക് പ്രോട്ടീൻ കോഡ്. Is this a right statement or a wrong statement? ഇത് ഒരു റൈറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം വൈറോയിഡ്സ് they lack protein code, they only contain genetic material that is free RNA. പക്ഷെ വൈറസിൽ പ്രോട്ടീൻ കോട്ടുമുണ്ട്, ജനറ്റിക് മെറ്റീരിയൽ ഉണ്ട്. സോ ദാറ്റ്സ് വൈ their molecular weight, the molecular weight of the viroids is less. അല്ലെ, മോളിക്കുലാർ വെയിറ്റ് എന്ന് പറയുന്നത് വളരെ ലെസ് ആണ്. ലെസ് ആരെക്കാട്ടിലും? വൈറസിനെക്കാട്ടിലും. ഇതൊരു പോയിന്റ് ആണ്, ഓർത്ത് വെക്കണം കേട്ടോ. യെസ്. ദെൻ കമ്മിങ് ടു ദ സെക്കൻഡ് ഓപ്ഷൻ. അപ്പൊ ഫസ്റ്റ് ഓപ്ഷൻ റൈറ്റ് ആണ്, നമുക്കറിയാം. സെക്കൻഡ് ഓപ്ഷൻസ്, viruses are obligate parasite. What do you mean by obligate? Completely parasite. Obligate means completely parasite ആണ്. ഇത് നമ്മുടെ NCERT ടെക്സ്റ്റിലുള്ള സെന്റൻസ് ആണ്. They are parasite. They are completely parasite. So the second statement also true. Then coming to the third option, ineffective constituent in virus is, that is protein coat. അതായത് ഇൻഫെക്റ്റീവ് കോൺസ്റ്റിറ്റ്യൂവന്റ് എന്നാ ഉദ്ദേശിക്കുന്നത്. എന്താണ് ഇൻഫെക്റ്റീവ് കോൺസ്റ്റിറ്റ്യൂവന്റ്? ഇൻഫെക്റ്റീവ് അതായത് ഇൻഫെക്ഷൻ പാർട്ട്. വൈറസിലെ ഏത് പാർട്ടാണ് ഇൻഫെക്ഷ്യസ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. വൈറസിൽ ആകെ രണ്ട് പാർട്ടുകൾ, ഒന്ന് പ്രോട്ടീൻ കോട്ടും ഒന്ന് അതിന്റെ ജനറ്റിക് മെറ്റീരിയലും. അപ്പൊ ജനറ്റിക് മെറ്റീരിയൽ ആണ് ഇൻഫെക്ഷ്യസ് ആയിട്ട് മാറുന്നത്. ആ ജനറ്റിക് മെറ്റീരിയൽ ഐദർ DNA ആകാം ഓർ RNA ആകാം, ബട്ട് നോട്ട് ബോത്ത്. രണ്ടും കൂടി ആവില്ല, ഐദർ DNA ഓർ RNA. സോ ദേ ആർ ഇൻഫെക്ഷ്യസ് ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഐദർ DNA ഓർ RNA. We can say that nucleic acids, അല്ലെ? DNA അല്ലെങ്കിൽ RNA എന്ന് പറയുന്നത് ന്യൂക്ലിക് ആസിഡ്സ് ആണ്. സോ ന്യൂക്ലിക് ആസിഡ്സ് ആർ ദ ജനറ്റിക് മെറ്റീരിയൽസ്. ഓക്കെ, സോ അതായത് ദ തേർഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇൻഫെക്റ്റീവ് കോൺസ്റ്റിറ്റ്യൂവന്റ് ഇൻ വൈറസ് ഈസ് ദ പ്രോട്ടീൻ കോഡ്. നിങ്ങൾ പറ, അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണോ? നോ, ഇറ്റ് ഈസ് ദ റോങ് സ്റ്റേറ്റ്മെന്റ്. Then we have also the fourth option. നമുക്ക് ആൻസർ കിട്ടി, അത് തേർഡ് ഓപ്ഷൻ ആണെന്ന്. സോ നമുക്ക് ഫോർത്ത് ഓപ്ഷനിലേക്ക് മൂവ് ചെയ്യുമ്പോൾ, യെസ്,
പ്രയോൺസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രയോൺസ്. പ്രയോൺസില് ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ഏജന്റ് എന്ന് പറയുന്നത് ദേ ആർ പ്രോട്ടീൻസ്. പ്രോട്ടീൻസ് ആണ് ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ഏജന്റ് എന്ന് പറയുന്നത്. അപ്പോൾ വൈറസിൽ ജനറ്റിക് മെറ്റീരിയൽ ആണ് ഇൻഫെക്ഷ്യസ് ഏജന്റ് എങ്കിൽ ഇൻ ദ കേസ് ഓഫ് പ്രയോൺസ് their infectious agent എന്ന് പറയുന്നത് പ്രോട്ടീൻ ആണ്. സോ പ്രയോൺസ് കൺസിസ്റ്റ് ഓഫ് abnormally folded proteins. ഓക്കെ, പ്രയോൺസിൽ നമുക്ക് ജനറ്റിക് മെറ്റീരിയൽ നമുക്ക് കാണാൻ സാധിക്കില്ല. സിമ്പിൾ ആയിട്ട് പഠിക്കാം. പ്രയോൺസിൽ പ്രോട്ടീൻസ് പ്രസന്റ് ആണ്, ജനറ്റിക് മെറ്റീരിയൽ ആബ്സെന്റ് ആണ്. വൈറോയിഡ്സിൽ പ്രോട്ടീൻസ് ആബ്സെന്റ് ആണ്, പ്രോട്ടീൻ കോട്ട് ആബ്സെന്റ് ആണ്, ജനറ്റിക് മെറ്റീരിയൽ പ്രസന്റ് ആണ്. ക്ലിയർ? പ്രയോൺസ് കോസ് ചെയ്യുന്ന ഒരു ഡിസീസ് ഉണ്ട്, ദാറ്റ് ഈസ് ബൊവൈൻ സ്പോഞ്ചിഫോം എൻസെഫാലോപ്പതി. ബൊവൈൻ സ്പോഞ്ചിഫോം എൻസെഫാലോപ്പതി, or we can say that mad cow disease. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡിസീസ് ആണ്, ഓർത്ത് വെക്കണം കേട്ടോ. ലൈക്ക് പൊട്ടാറ്റോ സ്പിൻറ്റിൽ ട്യൂബർ ഡിസീസ് പോലെ പ്രയോൺസ് കോസ് ചെയ്യുന്ന ഒരു ഡിസീസ് ആണ് bovine spongiform encephalopathy or mad cow disease. So our answer is what? That is option number 3. That is our right answer. Okay, അത് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നേരെ ശ്രദ്ധിക്കണം. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത്? വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഇൻകറക്റ്റ്? ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് കിങ്ഡം ഫംഗസ് എന്ന് പറയുന്ന പാർട്ടിൽ നിന്നാണ്. കിങ്ഡം ഫംഗസ് അല്ലെ? യെസ്. കിങ്ഡം ഫംഗസിനെ നമ്മൾ 4 ഗ്രൂപ്പായിട്ട് 4 ക്ലാസ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ട് അല്ലെ? ഏതൊക്കെയാണ്? ദാറ്റ് ഈസ് ഫൈക്കോമൈസിറ്റ്സ്, യെസ്, ആസ്കോമൈസിറ്റ്സ്, ബെസിഡിയോമൈസിറ്റ്സ് ആൻഡ് ദി ഡ്യൂട്ടറോമൈസിറ്റ്സ്. 4 ക്ലാസ് ആയിട്ട്. Phycomycetes, they also known as lower fungi, or we can say that algal fungi എന്ന് പറയാം. Ascomycetes, ആ പേരിൽ തന്നെയുണ്ട്, they are also known as sac fungi എന്ന് പറയാം. Basidiomycetes അല്ലെ, they are also known as club fungi എന്ന് പറയാം. And deuteromycetes, they known as imperfect fungi. ഈ 4 ക്ലാസസിന്റെ ഡിഫറെന്റ് നെയിംസ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. ആൽഗൽ ഫംഗൈ വിളിക്കുന്ന മറ്റൊരു പേര് കൂടി ഉണ്ട്, ഓർത്ത് വെക്കണം. ദേ ആർ നോൺ ആസ് ലോവർ ഫംഗൈ. ഓക്കെ, സാക് ഫംഗൈ, ദാറ്റ് ഈസ് ആസ്കോമൈസിറ്റ്സ്. ബെസിഡിയോമൈസിറ്റ്സ്, they also known as club fungi or bracket fungi. Yes, bracket fungi. ഓർത്ത് വെക്കണം. ഡ്യൂട്രോമൈസിറ്റ്സ് എന്ന് പറയുന്നത് ഇംപെർഫെക്റ്റ് ഫംഗൈ തന്നെയാണ്. ഇവിടെ ഫൈക്കോമൈസിറ്റ്സിന് 3 എക്സാമ്പിൾസുകൾ ഉണ്ട്. ദാറ്റ് യു നോ ദാറ്റ്. വാട്ട് ഈസ് ദേ? വി ക്യാൻ സേ ദാറ്റ് റാം അല്ലെ, നമുക്ക് പഠിച്ചു വെക്കാൻ എളുപ്പമാണ്. റാം. വാട്ട് യു മൈ റാം? റൈസോപ്പസ് ആൽബുഗോ മ്യൂക്കർ. സാക്ക് ഫംഗസിനും നമുക്കൊരു 3 എക്സാമ്പിൾ ഉണ്ട്. വാട്ട് ആർ ദേ? CAN. What is CAN? Claviceps aspergillus neurospora. Claviceps aspergillus neurospora. In bracket fungi or the club fungi, their examples are Appu, APU. What is Appu? Agaricus Puccinia astilago. Agaricus Puccinia astilago. Then examples of imperfect fungi, that is cat. What is cat? Colitotrichum alternaria trichoderma. So നമുക്ക് examples ഇങ്ങനെ പഠിക്കാം. ram, can, appu, cat. So they are the examples of different classes of fungus. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. Morels and truffles are the edible delicates. അല്ലെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ.
നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാ ചോദിച്ചിരിക്കുന്നത്. ഈ മോറൽസും ട്രഫിൾസും they are included in the sac fungi. Morels and truffles. ഓർത്ത് വെക്കണം, they are included in the sac fungi. If ഫംഗസിന്റെ ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ they are edible ആണ്. They are edible. Very important. They are edible ആണ്. അതേപോലെ തന്നെ അപ്പോ മോറൽസ് ആൻഡ് ട്രഫിൾസ് ദേ ആർ എഡിബിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇറ്റ് ഇസ് എ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ദെൻ വി ഹാവ് another ഓപ്ഷൻ ദാറ്റ് ഈസ് ക്ലാവിസെപ്സ്. ക്ലാവിസെപ്സ് ഈസ് ഓൾസോ എ സാക് ഫംഗൈ. അതൊരു സാക് ഫംഗൈ ആണ് അല്ലെ? ഇതല്ലേ ക്ലാവിസെപ്സ് എന്ന് പറയുന്നത്? ക്ലാവിസെപ്സിൽ നിന്ന് കിട്ടുന്ന ഒരു കെമിക്കലാണ് LSD എന്ന് പറയുന്നു. വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് LSD? ദാറ്റ് ഈസ് ലൈസർജിക് ആസിഡ് ഡൈഇഥൈൽ അമൈഡ്. ഇമ്പോർട്ടന്റ് ആണ്. ദാറ്റ് ഈസ് ലൈസർജിക് ആസിഡ്. ലൈസർജിക് ആസിഡ് ഡൈഇഥൈൽ അമൈഡ്. So it is an example of LSD. Lysergic acid diethyl amide. അതേപോലെ തന്നെ we have another example that is neurospora. ഈ ന്യൂറോസ്പോറ എന്ന് പറയുന്നത് which is used in the biochemical works and genetic work. നമ്മുടെ NCERT ടെക്സ്റ്റിൽ അവസാനത്തെ സെന്റൻസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, ബയോകെമിക്കൽ സ്റ്റഡീസിനും ജെനറ്റിക് വർക്കിനും വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഫംഗസ് ആണ് ന്യൂറോസ്പോറ എന്ന് പറയുന്നത്. സോ അതായത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് പറയുകയാണെങ്കിൽ ദാറ്റ് ഈസ് ക്ലാവിസെപ്സ് എന്ന് പറയുന്നത് LSDയുടെ ഒരു സോഴ്സ് ആണ്. അതും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. കൊനീഡിയ ആർ പ്രൊഡ്യൂസ്ഡ് എക്സോജീനസ്ലി. കൊനീഡിയ എന്ന് പറയുന്നത് നമുക്കിവിടെ നോക്കാം, ആസ്കോമൈസീഡ്സിലെ അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. സോ ഇൻ ആസ്കോമൈസീഡ്സ്, അതായത് ആസ്കോമൈസീഡ്സ്, ഓക്കെ, ഇതിലെ അസെക്ഷൽ റീപ്രൊഡക്ഷൻ ടേക്ക് പ്ലേസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് കൊനീഡിയ. ആസ്കോമൈസിസിൽ മാത്രമല്ല, ഇൻ ദ കേസ് ഓഫ് ഡ്യൂട്രോമൈസിസ്, ഡ്യൂട്ടറോമൈസിസിലും, ഓക്കെ. സോ ഇൻ ദ കേസ് ഓഫ് ഡ്യൂട്രോമൈസിസ്, ഞാൻ എത്ര മാത്രമേ എഴുതുന്നുള്ളൂ, ഡ്യൂട്ടറോമൈസിസിലും അസെക്ഷൽ റീപ്രൊഡക്ഷൻ ദാറ്റ് ടേക്ക് പ്ലേസ് ഇൻ ദ കേസ് ഓഫ് കൊനീഡിയ. ആ കൊനീഡിയയുടെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഇതാ ഇങ്ങനെ ഒരു സ്റ്റോക്ക് ഉണ്ടായിരിക്കും. ആൻഡ് ദിസ് സ്റ്റോക്ക് ഈസ് കോൾഡ് കൊനീഡിയോഫോർ എന്നാണ് പറയാറ്. യെസ്, ദിസ് ഈസ് കോൾഡ് കൊനീഡിയോഫോർ. ഓക്കെ, ഇത്തരം ഒരു സാക്ക് ലൈക്ക് സ്ട്രക്ചർ ഉണ്ടായിരിക്കും. ആൻഡ് ഈ സാക്ക് ലൈക്ക് സ്ട്രക്ചറിന് മുകളിലാണ് എന്ത് കാണുന്നത്, കൊനീഡിയ കാണുന്നത് അല്ലെ? യെസ്, കൊനീഡിയോഫോർ എന്ന് പറയുന്നത് കൊനീഡിയ. അതേപോലെ തന്നെ ആസ്കോമൈസിഡ്സിൽ ഇപ്പോ ബെസിഡിയോസ്പോസുകളും ഇങ്ങനെയാ കാണുന്നത്. ബെസിഡിയോസ്പോസ് ദേ ആർ ഓൾസോ പ്രൊഡ്യൂസ്ഡ് എക്സോജീനസ്ലി. Basidiospods are also produced exogenously like this. നമുക്കറിയാവുന്ന കാര്യമാണ്. കൊനീഡിയ they are also produced exogenously on conidium. കൊനീഡിയത്തിന്റെ മുകളിൽ. ഇത് ബെസിഡിയം ആണെങ്കിൽ this is Basidiospores. ഇത് കൊനീഡിയം ആണെങ്കിൽ this is Conidiospores. So they are exogenously produced. And ascospores they are endogenously produced. ഇപ്പോൾ ascospores നോക്കുകയാണെങ്കിൽ this sac-like structure, this ഇങ്ങനത്തെ ഒരു സ്റ്റോക്ക്, ഇതിനെ വിളിക്കുന്ന പേരാണ് ഫ്രൂട്ടിംഗ് ബോഡി. ഈ ഫ്രൂട്ടിംഗ് ബോഡിയെ വിളിക്കുന്ന പേരാണ് ആസ്കോകാർപ്പ് എന്ന് പറയുന്നു. ഇവിടെ സ്പോസുകളെല്ലാം എൻഡോജീനസിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ അതായത് തേർഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നതും അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. കമ്മിങ് ടു ദ ഫോർത്ത് സ്റ്റേറ്റ്മെന്റ്, ഈസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഫിലമെന്റസ് ആയിട്ടുള്ള ബോഡി ആണോ എന്നാണ് ചോദിക്കുന്നത്. ഈസ്റ്റ് ഈസ് നോട്ട് എ ഫിലമെന്റസ് ബോഡി. കാരണം ഈസ്റ്റ് എന്ന് പറയുന്നത് ഈസ്റ്റ് എന്ന് പറയുന്നത് ഈസ്റ്റ് ഈസ് യൂണിസെല്ലുലാർ ആണ്. ഈസ്റ്റ് എന്ന് പറയുന്നത് ഒരു യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഫംഗസ് ആണ് ഈസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ബ്രീവേസ് ഈസ്റ്റ് അല്ലെങ്കിൽ ബേക്കേഴ്സ് ഈസ്റ്റ് അല്ലെ? What is Preveous yeast അല്ലെങ്കിൽ Baker's yeast? Yes, it is known as
Saccharomyces cerevisiae. അല്ലെ, Saccharomyces cerevisiae ആണ് Preveous yeast അല്ലെങ്കിൽ Baker's yeast എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ ഇതാണ് അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ നമ്പർ 4 ആണ്. ഓക്കെ ആണല്ലോ. So let's move to the next question. Which of the following organisms are known as chief producers in ocean? ഓഷ്യനിൽ ചീഫ് പ്രൊഡ്യൂസേഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഏത് ഓർഗാനിസംസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് കിങ്ഡം പ്രോട്ടിസ്റ്റ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നാണ്. ഓക്കെ, കിങ്ഡം പ്രോട്ടിസ്റ്റ ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. കിങ്ഡം പ്രോട്ടിസ്റ്റ എപ്പോഴും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് റേസ് ചെയ്യാറുണ്ട്. കിങ്ഡം പ്രോട്ടിസ്റ്റിനെ 5 ഗ്രൂപ്പുകളായിട്ട് വി ക്ലാസിഫൈഡ്. ദാറ്റ് ഈസ് ക്രൈസോഫൈറ്റ്സ്, ഓക്കെ, ഡൈനോഫ്ലജെല്ലേറ്റ്സ്, ഓക്കെ, യൂഗ്ലിനോയിഡ്സ്, ഓക്കെ, സ്ലൈം മൗൾസ്, ഓക്കെ, ആൻഡ് പ്രോട്ടോസോവൻസ്. ഇതില് so we know that chrysophytes it include 2 group. One is diatoms, yes, the other one is called desmids. അല്ലെ, diatomsum already present ആണ്, അതേപോലെ desmidsum present ആണ്. The desmids they also known as golden algae. Golden algae, desmids they also known as what? Golden algae. Keep in mind. Coming to the diatoms, ഈ diatomsന്റെ കേസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. Their cell wall actually 2 ലെയർ ആണ്, just like soap box. സോപ്പ് ബോക്സ് പോലെയാണ് അവരുടെ സെൽ വാൾ കാണപ്പെടുന്നത്. സോ ഡയാറ്റംസിന്റെ സെൽ വാൾ എന്ന് പറയുന്നത് തിൻ ഓവർലാപ്പിംഗ് ആയിട്ടുള്ള സെൽ വാൾ ആണ്, അല്ലെ? യെസ്, ഓർത്ത് വെക്കണം. ആൻഡ് ദാറ്റ് സെൽ വാൾ കണ്ടെയ്ൻ മോസ്റ്റ് അൺഡിസ്ട്രക്റ്റീവ് മെറ്റീരിയൽ, അത് ഡിസ്ട്രക്റ്റ് ചെയ്യാൻ പറ്റാത്ത മെറ്റീരിയൽ ഉണ്ട്, ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് സിലിക്ക. സിലിക്ക നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിസ്ട്രക്ട് ചെയ്യാൻ പറ്റില്ല. സോ ദ സിലിക്ക ഡെപ്പോസിഷൻ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇൻ ദെയർ സെൽ വാൾ. വെൻ ദ ഡയാറ്റംസ് ഡെഡ്, അവർ ഡെഡ് ആകുമ്പോൾ ദ സിലിക്ക കണ്ടെയ്ൻഡ് ആയിട്ടുള്ള ദെയർ സെൽ വാൾ become will deposited at the bottom of the marine environment. Okay, and that deposition is called diatomaceous earth. മക്കളെ മനസ്സിലായല്ലോ? So they are called diatomaceous earth എന്നാണ് പറയുന്നത്. ആ ഡെപ്പോസിഷനെ വിളിക്കുന്ന പേരാണ് diatomaceous earth. ഡയാറ്റംസിന്റെ ഡെപ്പോസിഷൻ why they deposited? Due to the presence of, അല്ലെ, ഡെപ്പോസിഷൻ അത്രയും കാലം നിലനിൽക്കാൻ കാരണം എന്താണ്? ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് എന്താണ്? സിലിക്കയാണ്. എന്തുകൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാൻ കാരണം? അവർ ഡെഡ് ആയി ഡെപ്പോസിറ്റ് ചെയ്തു. ക്ലിയർ? സെൽ വാളിന്റെ പ്രത്യേകത എന്താണ്? 2 തിന്ന് ഓവർലാപ്പിംഗ് ആയിട്ടുള്ള സെൽ വാൾ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ മൊത്തം സ്ട്രക്ചറിനെ നമുക്ക് ഷെൽ എന്ന് വിളിക്കാം. ഷെൽ, കവചം. ആൻഡ് ഡയാറ്റംസ് ദേ ആർ, അടുത്തൊരു പ്രോപ്പർട്ടി പറയുകയാണെങ്കിൽ ദേ ആർ ഫോട്ടോസിന്തറ്റിക് ഇൻ നേച്ചർ. ഒരു പ്രത്യേകത എന്താണ്? ദേ ആർ ഫോട്ടോസിന്തറ്റിക്. ശരിയല്ലേ? ഞാൻ അവിടെ നിന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ദേ ആർ ഫോട്ടോസിന്തറ്റിക് ഇൻ നേച്ചർ. സോ ഡ്യൂ ടു ബിക്കം ദേ ആർ ഫോട്ടോസിന്തറ്റിക്, ഒരു ഫോട്ടോസിന്തറ്റിക് ആയതിനാൽ വി ക്യാൻ സേ ദാറ്റ് they are the major producers of ocean. പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈറ്റ് എനർജിയെ കെമിക്കൽ എനർജി ആക്കി കൺവേർട്ട് ചെയ്യുന്നവരാണ് ആര്? പ്രൊഡ്യൂസർ എന്ന് പറയുന്നത്. സോ ഓഷ്യനിലെ പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് ക്രൈസോഫൈറ്റ്സിലെ ഡയാറ്റംസിനെയാണ്. ഓക്കെ ആണല്ലോ? ക്രൈസോഫൈറ്റ്സിലെ ഡയാറ്റംസ് ആണ് ഓഷ്യൻസിലെ പ്രൊഡ്യൂസർ എന്ന് പറയുന്നത്. നമ്മുടെ NCERT ടെക്സ്റ്റിലെ ഏറ്റവും അവസാനമായിട്ട് കൊടുത്തിട്ടുണ്ട് ഡയാറ്റംസ് ആർ ദ ഓർഗാനിസംസ് ആർ നോൺ ആസ് ദി ചീഫ് പ്രൊഡ്യൂസേഴ്സ് ഓഫ് ദി ഓഷ്യൻ എന്ന് പറയുന്നു. സോ ദിസ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ഇതാണ് നമുക്ക് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന്, സോറി, നോട്ട് ഡൈനോഫ്ലജലേറ്റ്സ്, ഡയാറ്റംസ് ആർ ദ കറക്റ്റ് ആൻസർ കേട്ടോ. ഓക്കെ, ഇതല്ല കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്.
ഇത് റോങ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഡയാറ്റംസ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇനി ഇവിടെ നമുക്ക് ഡൈനോഫ്ലജലേറ്റ്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലേ. ഡൈനോഫ്ലജലേറ്റ്സ്, യെസ്, ദേ ആർ റെസ്പോൺസിബിൾ ഫോർ റെഡ് ടൈഡ്. റെഡ് ടൈഡിന് കാരണമാകുന്നത് ആരാണ്? ഡൈനോഫ്ലജലേറ്റ്സ് ആണ്. അതിന് കാരണമാകുന്ന ഒരു റെഡ് ഡൈനോഫ്ലജലേറ്റ്സ് ആണ് ഗോണിയലാക്സ്. ഗോണിയലാക്സ് സ്പെല്ലിംഗ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. GONYAULAX, ഗോണിയലാക്സ്. മാത്രമല്ല ദിസ് ഡൈനോഫ്ലജലേറ്റ്സ് ആർ ഫോട്ടോസിന്തറ്റിക്. അവർ ഫോട്ടോസിന്തറ്റിക് ആണ്. They have the ability to emit light, that is bioluminescence. Okay, bioluminescence എന്ന് പറയുന്ന ഒരു ഫിനോമിനൻ ഇവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. ഇത് ഇത്രയും കാര്യം ഓർത്തു വെക്കുക. റെഡ് ടൈഡ് ഒരു എക്സാമ്പിൾ, ആൻഡ് ദേ ആർ ഫോട്ടോസിന്തറ്റിക് ആൻഡ് ബയോലൂമിനസെൻസ്. യൂഗ്ലിനോയിഡ്സിലേക്ക് വരുമ്പോൾ ദ യൂഗ്ലിനോയിഡ്സ് ദേ ഷോ മിക്സോട്രോപിക് ന്യൂട്രീഷൻ. എന്താണ് മിക്സോട്രോപിക് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്? ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. വെൻ ദ സൺലൈറ്റ് ഈസ് അവൈലബിൾ, സൺലൈറ്റ് അവൈലബിൾ ആകുമ്പോൾ ദേ ബിക്കം ഫോട്ടോസിന്തറ്റിക്. വെൻ ദ സൺലൈറ്റ് ഈസ് നോട്ട് അവൈലബിൾ, സൺലൈറ്റ് അവൈലബിൾ അല്ല എങ്കിൽ ദേ ബിക്കം ഹെറ്ററോട്രോപ്സ്. ഓട്ടോട്രോഫ് ആയിട്ടും ഹെറ്ററോട്രോഫ് ആയിട്ടും ദേ വിൽ ആക്ട്. സോ ദാറ്റ്സ് വൈ ദേ ആർ കോൾഡ് മിക്സോട്രോപിക്. In the case of euglenoids, a cell wall is absent. Cell wall absent ആണ്. Keep in mind. Cell wall അല്ലാത്തൊരു structure present ആണ്. In the absence of cell wall, they contain a protein-rich layer. What is the name of that protein-rich layer? That is pellicle. Clear? Okay. They contain pellicle. There is a protein rich layer is called a pellicle. അതുകൊണ്ടാണ് this euglenoids become more flexible എന്ന് പറയുന്നുണ്ട്. ഓർത്ത് വെക്കണം കേട്ടോ. Coming to cyanobacteria, yes, cyanobacteria that belongs to kingdom Monera, not kingdom Protista. So this is our fourth question. The answer is diatoms. Clear അല്ലേ? So let's move to the next question. എന്താ ക്വസ്റ്റ്യൻ പറയുന്നത്? Ciliates differ from all other protozoans. നമ്മൾ ഡിസ്കസ് ചെയ്ത് ഇത് കിങ്ഡം പ്രോട്ടിസ്റ്റയിലെ പ്രോട്ടോസോവൻസ് എന്ന് പറയുന്ന ടോപ്പിക് അല്ലെ. പ്രോട്ടോസോവൻസ്. പ്രോട്ടോസോവൻസിനെ വി ക്യാൻ ഗ്രൂപ്പ്ഡ് ഇൻ ടു 4 categories. 4 കാറ്റഗറി ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഏതൊക്കെയാണ് 4 കാറ്റഗറി എന്ന് പറയുന്നത്? That is amoeboid protozoans. Yes, amoeboid protozoan. ഇനി ഞാൻ എഴുതുന്നില്ല. The second one is flagellated protozoan. Flagellated protozoan. Yes, the next one is ciliated protozoan. Ciliated protozoan. And the next one is sporozoans. അല്ലെ? ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. ഹൗ ദ ciliated protozoan differ from all other protozoans. അല്ലെ? ciliated protozoans മറ്റു പ്രോട്ടോസോവനിൽ നിന്നും എങ്ങനെ വ്യത്യസ്തമായിരിക്കുന്നു? നിങ്ങൾ അതിൽ ഒന്നാമത്തെ ഓപ്ഷൻ നോക്കിക്കേ. ciliated protozoan using flagella. ciliated protozoan flagella ആണോ യൂസ് ചെയ്യുന്നത്? നോ. ciliate protozoan യൂസ് ചെയ്യുന്നത് സീലിയാണ്. സോ അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? സോ ദിസ് ഈസ് എ റോങ് സ്റ്റേറ്റ്മെന്റ്. Then ciliated protozoans having a contractile vacuole for removing excess water. ciliated protozoanile contractile vacuole ഉണ്ട് എന്നാണ് പറയുന്നത്. യെസ്, അത് ഒരു റോങ് സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. ഓക്കെ, contractile vacuole absent ആണ്. എന്നാൽ ciliated protozoans having 2 different type of nucleus. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ciliated protozoan that contain 2 type of nucleus,
that is meganucleus and micronucleus. There are two type of nucleus നമുക്ക് കാണാം, that is meganucleus and micronucleus. It's very important കേട്ടോ, ഓർത്ത് വെക്കുക കേട്ടോ. യൂസിങ് സ്യൂഡോപോഡിയ ഉപയോഗിച്ചുകൊണ്ട് പ്രേനെ ക്യാപ്ചർ ചെയ്യുന്ന ആരാ? ദാറ്റ് ഈസ് അമീബോയിഡ് പ്രോട്ടോസോവൻസ് ആണ്. സ്യൂഡോപോഡിയെ യൂസ് ചെയ്തുകൊണ്ട് പ്രേനെ ക്യാപ്ചർ ചെയ്യുന്ന ആരാണ്? അമീബോയിഡ് പ്രോട്ടോസോവൻസ് ആണ്. വാട്ട് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് എൻ അമീബോയിഡ് പ്രോട്ടോസോവൻ? അമീബോയിഡ് പ്രോട്ടോസോവൻ എക്സാമ്പിൾ എന്താണ് നിങ്ങൾക്കറിയാം? ഒന്ന്, യെസ്, വൺ ഈസ് അമീബ. യെസ്, അമീബ ഈസ് അനദർ എക്സാമ്പിൾ, ഒരു എക്സാമ്പിൾ ആണ്. ദ നെക്സ്റ്റ് വൺ ഈസ് എൻറ്റമീബ. എൻറ്റമീബ ഹിസ്റ്റോളിറ്റിക്ക നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ അമീബ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫ്രീ ലിവിംഗ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ്. ആൻഡ് എൻറ്റമീബ എന്ന് പറയുന്നത് ഒരു പാരസൈറ്റ് ആണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കണം. ഓക്കെ ആണല്ലോ? ഓക്കെ. ഫ്ലജെല്ലേറ്റഡ് പ്രോട്ടോസോവൻസ്. എന്താ ഒരു ഫ്ലജെല്ലേറ്റഡ് പ്രോട്ടോസോവൻ എക്സാമ്പിൾ എന്ന് പറയുന്നത്? ദാറ്റ് ഈസ് ട്രൈപാനോസോമ. This is a very important question. Trypanosoma that causes a disease called sleeping sickness. Sleeping sickness cause ചെയ്യുന്നത് ട്രൈപ്പാനോസോമയാണ്. സീലിയേറ്റഡ് പ്രോട്ടോസോവൻ ഒരു എക്സാമ്പിൾ ആണ് അല്ലെ? ഇങ്ങനെയായിരിക്കും സീലിയേറ്റഡ് പ്രോട്ടോസോവൻ കാണുന്നത്. സോ വാട്ട് ഈസ് അനദർ എക്സാമ്പിൾ? യെസ്, ദാറ്റ് ഈസ് പാരമീസിയം. പാരമീസിയം എന്ന് പറയുന്നത് ഒരു സീലിയേറ്റഡ് ആയിട്ടുള്ള പ്രോട്ടോസോവൻസ് ആയിരിക്കും. സ്പോറോസോവൻ എക്സാമ്പിൾ എന്ന് പറയുന്നത് യെസ്, പ്ലാസ്മോഡിയം. വൈവാക്സ് എന്നോ പ്ലാസ്മോഡിയം ഫാൽസിപാരം എന്നോ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാൻ സാധിക്കും. സോ ഫോർത്ത് ഓപ്ഷനും ഇവിടെ റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഹിയർ ഓപ്ഷൻ നമ്പർ 3 ഈസ് ദ റൈറ്റ് ആൻസർ എന്ന് പറയുന്നു. മനസ്സിലാവുന്നുണ്ടല്ലോ? യെസ്. ഓക്കെ, വി ആർ മൂവിംഗ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് റീഡ് ചെയ്യാം. വിച്ച് എമംഗ് ദി ഫോളോയിങ് ഇസ് നോട്ട് എ പ്രോകാരിയോട്ട്? പ്രോകാരിയോട്ട്സ് അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ വി നോ ദാറ്റ് ദർ ആർ 5 കിങ്ഡംസ്. അതില് കിങ്ഡം മൊണേറ മാത്രമാണ് ഇറ്റ് ഈസ് എ യൂണിസെല്ലുലാർ പ്രോകാരിയോട്ട്സ് എന്ന് നമ്മൾ പറയാറ്. കിങ്ഡം മൊണേറ അല്ലാത്തവരെല്ലാവരും, കിങ്ഡം പ്രോട്ടിസ്റ്റേ ആയാലും കിങ്ഡം ഫംഗൈ ആയാലും പ്ലാന്റേ ആയാലും അനിമലേ ആയാലും, സോ ദേ ബിലോങ്സ് ടു യൂകാരിയോട്ട്സ്. കിങ്ഡം പ്രോട്ടിസ്റ്റ വിച്ച് ഈസ് എ it is a unicellular eukaryote. Monera unicellular prokaryote ആണ്. All other kingdom, that is kingdom fungi, plantae and animalia, they are multicellular eukaryotes. Only one exception in fungus, that is unicellular eukaryote. ഏതാണ് ഫംഗസിലെ യൂണിസെല്ലുലാർ യൂകാരിയോട്ട്സ് എന്ന് പറയുന്നത്? ദാറ്റ് ഈസ് ഈസ്റ്റ് ആണ്. നൗ യു ജസ്റ്റ് ഓൾ ദി 4 ഓപ്ഷൻസ്. അതിനു മുന്നേ കിങ്ഡം മൊണേറയിൽ ഏതൊക്കെ ഓർഗാനിസംസ് ഉണ്ട് എന്ന് പറഞ്ഞുതരാം. കിങ്ഡം മൊണേറ ദാറ്റ് കണ്ടെയ്ൻ ആർക്കി ബാക്ടീരിയ. അപ്പോൾ ആർക്കി ബാക്ടീരിയ നമുക്ക് കിങ്ഡം മൊണേറയിൽ കാണാം. ബാക്ക്. Now mycoplasma, it also belongs to the kingdom Monera. Cyanobacteria, it also belongs to the kingdom Monera. അല്ലെ? അതേപോലെ തന്നെ വേണമെങ്കിൽ ഒന്ന് ഓർത്തു വെക്കാം, റിക്കെറ്റ്ഷ്യ എന്ന് പറയുന്നത് കിങ്ഡം മൊണേറയിൽ ഉൾപ്പെട്ട ഒരു ഓർഗാനിസം ആണ് ട്ടോ. അപ്പോ ഇത് മാത്രമാണ് നമ്മുടെ NCERT ടെക്സ്റ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആർക്കി ബാക്ടീരിയ ആൻഡ് മൈക്കോപ്ലാസ്മ ആൻഡ് സയാനോബാക്ടീരിയ. സോ ഇവരെല്ലാവരും എന്താണ്? പ്രോകാരിയോട്ട്സ് ആണ്. സയനോബാക്ടീരിയക്ക് 2-3 എക്സാമ്പിൾസ് നമ്മുടെ NCERT ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. നോസ്റ്റോക്ക് ഈസ് എ സയനോബാക്ടീരിയ. അനബൈന എന്ന് പറയുന്നത് ഒരു സയനോബാക്ടീരിയ ആണ് അല്ലെ? അതേപോലെ തന്നെ ഓസിലറ്റോറിയ എന്ന് പറയുന്നത് ഒരു സയനോബാക്ടീരിയ ആണ്. ക്ലിയർ? ഇതെല്ലാം നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. ഇനി നമുക്ക് ഓപ്ഷനിലേക്ക് മൂവ് ചെയ്യാം. Which among the following is not a prokaryotes? Prokaryote അല്ലാത്തത് ഏത്?
നിങ്ങൾ ആ ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്ത് നോക്കിക്കേ. യെസ്, ദ ഫസ്റ്റ് ഓപ്ഷൻ ദാറ്റ് ഈസ് സെക്കാരോമൈസിയസ് എന്ന് പറയുന്നത് അതൊരു ഈസ്റ്റ് ആണ്. ഈസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ബിലോങ്സ് ടു കിങ്ഡം ഫംഗസ് ആണ്. ഇറ്റ് ഈസ് എ യൂകാരിയോട്ട്, നോട്ട് എ പ്രോകാരിയോട്ട്. ക്ലിയർ? ഈസ്റ്റ് ബിലോങ്സ് ടു കിങ്ഡം ഫംഗസ്. കിങ്ഡം ഫംഗസ് ഈസ് എ യൂകാരിയോട്ട്, നോട്ട് എ പ്രോകാരിയോട്ട്. നമുക്ക് മറ്റുള്ള ഓപ്ഷൻസ് നോക്കാം. വി ഹാവ് another ഓപ്ഷൻ ദാറ്റ് ഈസ് വാട്ട്? ദാറ്റ് ഈസ് മൈക്കോബാക്ടീരിയം. അതൊരു ബാക്ടീരിയ ആണ്. ഓസിലറ്റോറിയ അതൊരു സയനോബാക്ടീരിയ ആണ്. നോസ്റ്റോക്ക് അതൊരു സയനോബാക്ടീരിയ ആണ്. ഇതെല്ലാം ബിലോങ് ചെയ്യുന്നത് കിങ്ഡം മൊണേറയിലാണ്. കിങ്ഡം മൊണേറ എന്ന് പറയുന്നത് ഒരു പ്രോകാരിയോട്ട് ആണ്. സോ അവർ ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 1. So our next question നമുക്കൊന്ന് റീഡ് ചെയ്യാം. After karyogamy followed by meiosis, spores are produced exogenously in. ഇവിടെ കാരിയോഗമി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അതിനു മുന്നേ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻ ഫംഗസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നാണ്. ഇൻ ഫംഗസ് sexual reproduction is carried out in 3 steps. 3 സ്റ്റെപ്പ് വഴിയാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. ആൻഡ് യു നോ that are പ്ലാസ്മോഗമി, കാരിയോഗമി ആൻഡ് മിയോസിസ്. അല്ലെ? പ്ലാസ്മോഗമി, കാരിയോഗമി ആൻഡ് മിയോസിസ്. സോ എന്താണ് പ്ലാസ്മോഗമി, എന്താണ് കാരിയോഗമി, എന്താണ് മിയോസിസ്? ദാറ്റ് ഓൾ നിങ്ങൾക്കറിയാം. ദ ലാസ്റ്റ് പ്രോസസ് ദാറ്റ് ഈസ് മിയോസിസ്. After meiosis, what will form? There is a production of haploid spores. ഈ സ്പോർസിനെ നമുക്ക് സെക്ഷുവൽ സ്പോർസ് എന്ന് വിളിക്കാം. കാരണം which is formed as a result of sexual reproduction. സെക്ഷുവൽ റീപ്രൊഡക്ഷൻ കഴിഞ്ഞിട്ടാണ് ഈ സ്പോർസുകൾ ഫോം ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ 1-2 സെക്ഷുവൽ സ്പോർസുകൾക്ക് എക്സാമ്പിൾ നമുക്കൊന്ന് പഠിച്ചു വെക്കാം. ദാറ്റ് ഈസ് ആസ്കോസ്പോർ. It is a sexual spore. Yes. അതേപോലെ തന്നെ ബെസിഡിയോസ്പോർസ്. It is a sexual spore. Okay. And oospore. It is a sexual spore. Yes. The next one that is zygospore. It is a sexual spore. So ഈ സ്പോർസുകൾ നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തു വെക്കണം. ആസ്കോസ്പോർ എന്ന് പറയുന്ന ഒരു സെക്ഷൽ സ്പോർ ആണ്. ബെസിഡിയോസ്പോർ എന്ന് പറയുന്ന ഒരു സെക്ഷൽ സ്പോർ ആണ്. ഊസ്പോർ എന്ന് പറയുന്നതും സൈഗോസ്പോർ എന്ന് പറയുന്നതും സെക്ഷൽ സ്പോർസുകളാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിലൊരു ചിന്ത ഉണ്ടായിരിക്കും, സർ ഏതൊക്കെയാണ് അസെക്ഷൽ സ്പോർസ് എന്ന് പറയുന്നത്? അസെക്ഷൽ സ്പോർസ് ഇൻക്ലൂഡ് one is zoospores. The next one is aplanospores. And the next one is conidia. Zoospores-ന്റെ ഒരു പ്രത്യേകത ഓർത്തു വെക്കണം. They are motile spores. And aplanospores, they are non-motile spores. ഞാൻ അതിന്റെ ബ്രാക്കറ്റിൽ NM എന്ന് റിട്ടേൺ ചെയ്യുന്നു. ഇവിടെ ഞാൻ M എന്ന് റിട്ടേൺ ചെയ്യുന്നു. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് മിയോസിസ് വഴി പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പോർസുകൾ എക്സോജീനസ്ലി, അതായത് പുറമെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ സാക്കിന് പുറത്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, ബെസിഡിയോസ്പോർസ് ആർ പ്രൊഡ്യൂസ്ഡ് എക്സോജീനസ്ലി ഓൺ ബെസിഡിയം. ആസ്കോമൈസീറ്റ്സിലെ ഫ്രൂട്ടിംഗ് ബോഡി, ബെസിഡിയോമൈസീറ്റ്സിലെ ഫ്രൂട്ടിംഗ് ബോഡിയാണ് ഞാൻ ഇവിടെ വരയ്ക്കുന്നത്. ബെസിഡിയോമൈസീറ്റ്സിലെ ഫ്രൂട്ടിംഗ് ബോഡി. സോ ദ നെയിം ഓഫ് ദ ഫ്രൂട്ടിംഗ് ബോഡി ഈസ് ബെസിഡിയോകാർപ്പ്. A fruiting body which contain a filamentous stalk and a sac-like structure. So in that sac-like structure ullilalla, on this sac-like structure, so there are 4 spores are produced, and that spores are called basidiospores. Our spores ne namakku we can call it as basidiospores. So this type of basidiospores are found in ram, can, appu. What is appu? Agaricus puccinia astilago. Agaricus puccinia astilago. Now you can answer this question. We have 4 options are given. One is neurospora,
The second one is Alternaria. The third one is Saccharomyces. And the fourth one is Agaricus. What is our answer? What is our answer? Yes, the fourth one answer, that is Agaricus, is our right answer. അല്ലേ? കാരണം ബെസിലിയോസ്പോർസ് ആണ് എക്സോജീനിയസ്ലി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. Oospores Zygospores, they are endogenously produced. Ascospores are also endogenously produced, not exogenously produced. Clear? So our answer is option number 4.